അതുകൊണ്ട് എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരു ജാതീയമായിട്ടുള്ള ഒരു ഉച്ചനീചത്വം നിലനിൽക്കുന്നതുകൊണ്ട് എല്ലാവരെയും കൊന്നേക്കാമെന്ന് കരുതിയെന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ നിങ്ങൾ ഏകപക്ഷീയമായി നിങ്ങൾ 5-6 പേര് ഇരുന്നിട്ട് വിവരദോഷം പറഞ്ഞാൽ പാരമ്പര്യമായി മതഭ്രാന്തന്മാരാണെന്ന് പ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു കുഞ്ഞഹമ്മദ് ഹാജി. നിങ്ങൾ ജാതി വ്യവസ്ഥക്കെതിരായിട്ട് പറയുക. അംബേദ്കർ പറയുന്ന ഒരു വാക്കുണ്ട്, മുസ്ലിം ഏകപക്ഷീയമാണ് സാർ. ഒരു വശത്ത് ആൾക്കാർ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയാണ് സാർ, അവിടെയാണ് മറ്റുള്ള ആൾക്കാർ പുറകെ നടന്ന് വെട്ടുന്നത്. സ്വന്തം മതത്തിനെ തള്ളിപ്പറയാത്ത ആൾക്കാരെ എല്ലാവരെയും ഒന്നുകിൽ കൊന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു, അവരുടെ എല്ലാ സാധനങ്ങളും കവർന്നു. അപ്പൊ ഒരു ഭാഗം മാത്രം വായിച്ചിട്ട് പറയരുത് എന്നൊരു അപേക്ഷ. അവിടെ ആൾക്കാർ മരിച്ചിരിക്കുന്നത് ബ്രാഹ്മണന്മാരൊന്നും അല്ല, അവിടെ മരിച്ചിരിക്കുന്നത് എത്രയോ സാധാരണക്കാരെ അവിടെ മരിച്ചിരിക്കുന്നു. വാര്യംകുന്നത്ത് ഹാജിയെ പറ്റി കെ മാധവൻ നായർ പറയുന്നത്, പ്രസ്ഥാനത്തിൽ പങ്കുകൊണ്ടിട്ടില്ല എങ്കിലും ഏത് ഖിലാഫത്തിൽ പാരമ്പര്യമായി മതഭ്രാന്തന്മാരാണെന്ന് പ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു കുഞ്ഞഹമ്മദ് ഹാജി. ഫാമിലിയെ ശരിയല്ല, വെറും കൂറ ഫാമിലിയല്ലേ. ഇനി ഞാനായിട്ട് എന്തിനാ പാരമ്പര്യത്തിന് കളങ്കം വരുത്തുന്നത്? അദ്ദേഹം ഖിലാഫത്തിന് വേണ്ടി പിന്നീട് മരിക്കാൻ തയ്യാറായതിൽ യാതൊരു വിധത്തിലുള്ള അത്ഭുതവുമില്ല എന്ന് പറയുന്നു. എന്തൊരു നല്ല മനുഷ്യനല്ലേ. ഒപ്പം തന്നെ നമ്മളിവിടെ ഈ പൃഥ്വിരാജൊക്കെ അഭിനയിക്കുന്ന സിനിമ വരുന്നുണ്ട്. അപ്പോൾ ആ സിനിമ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ വാര്യംകുന്നത്ത് ഇരിക്കുന്നത് എന്ന് കെ മാധവൻ നായർ ഒരിക്കൽ കണ്ടതിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പല്ലൊന്നുമില്ല എന്നാണ് പറയുന്നത്. 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്, പല്ലില്ല, കറുത്തിരുണ്ട് മെലിഞ്ഞ ഒരു രൂപം എന്നാണ്. പൃഥ്വിരാജ് അതേ ലുക്കിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റോബർട്ട് ഹാർഗ്രേവ് ജൂനിയർ ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം പറയുന്നു, ഇൻ ദ ഫോളോയിങ് മന്ത്സ്, ഈ പ്രശ്നം നടന്നിരിക്കുന്നതിന് ശേഷമുള്ള മാസങ്ങളിൽ, ദ റെബൽസ് വുഡ് അറ്റാക്ക് ആൻഡ് ലൂട്ട് ഈവൻ നോൺ ലാൻഡ് ലോഡ് ഹിന്ദുസ് ആൻഡ് പെർഫോം ഫോഴ്സിബിൾ കൺവേർഷൻസ്. ഏത് കാർഷിക ലഹളയിലാണ് ഇത് വന്നിരിക്കുന്നത്? ഇനി സ്റ്റീഫൻ ഡെയിലിന്റെ കാര്യത്തിൽ താങ്കൾ ഒരു കാര്യം ശ്രീ വിൻസെന്റ് ഉദ്ധരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ഭാഗം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ടോട്ടാലിറ്റിയിൽ അദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ എന്താണ്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. The only really unique feature of the Mapula outbreaks, which occurred in Malabar district during the period of British rule, was that each attack was conducted as a kind of suicidal jihad. ലോക ചരിത്രത്തിൽ എല്ലാ തീവ്രവാദികളും ഉണ്ടായത് ഇങ്ങനെ തന്നെ. പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്, ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മാപ്പിളമാർ ഖിലാഫത്ത് അനുകൂലികൾ ഖുറാനിൽ തൊട്ട് മരണസന്നദ്ധത അറിയിച്ചതിന് ശേഷമാണ് ഇതിന് പോയിരിക്കുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കൂടി പ്രവർത്തിച്ചിരിക്കുന്ന കേരള പത്രിക പറയുന്നു, മാപ്പിളമാരെക്കുറിച്ച് വിവരം നൽകിയ കൃഷ്ണൻ നായർ എന്നയാളെ ജീവനോടെ പിടിച്ചു കെട്ടി കാലു മുതൽ താഴോട്ടുള്ള തൊലി മാപ്പിളമാർ പൊളിച്ചെടുത്തു. അങ്ങനെ വേദനയിൽ പുളയാൻ ഒരുപാട് നേരം വിട്ട ശേഷം 2 കാലും മുറിച്ചെടുക്കുകയും സാവകാശം കഴുത്ത് അറുത്തെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ 2 സഹോദരങ്ങളെ വെട്ടി നുറുക്കുകയും ചെയ്തിട്ടാണ് അവരുടെ കലി അടങ്ങിയിരിക്കുന്നതെന്ന് കേരള പത്രിക മാർച്ച് 1 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ചെകുത്താനാ. സർ സി ശങ്കരൻ നായർ ഇതിനെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ന് കോൺഗ്രസുകാർക്ക് ഇതിനെ സ്വാതന്ത്ര്യ സമരമാക്കണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഫോർ ഷിയർ ബ്രൂട്ടാലിറ്റി ഓൺ വിമൻ ഐ ഡു നോട്ട് റിമെമ്പർ എനിത്തിങ് ഇൻ ഹിസ്റ്ററി ടു മാച്ച് ദ മലബാർ റിബലിയൻ. സ്ത്രീകളോട് കാണിച്ചിരിക്കുന്ന ആ ഒരു ക്രൂരതയുടെ പേരിൽ അതിന് ചരിത്രത്തിൽ മലബാർ കലാപത്തിന് ആ മാപ്പിള ലഹളയുമായി തുലനം ചെയ്യാൻ സമാനതകളില്ല എന്ന് പറയുന്നു. ഇതിനെയാണോ നമ്മളെല്ലാവരും ഇവിടെ കാർഷിക സമരം എന്ന് പറയുന്നത്? ലോകത്ത് എവിടെയെങ്കിലും നടന്നിരിക്കുന്ന ഏത് കാർഷിക സമരത്തിൻ്റെ എന്ത് സ്വഭാവമാണുള്ളത്? സ്ത്രീകളായിട്ടുള്ള ആൾക്കാരെ, ഗർഭിണികളായിട്ടുള്ള ആൾക്കാരെ, സ്ത്രീകളെ അവരുടെ ഭർത്താവിൻ്റെയും സഹോദരൻ്റെയും മുന്നിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്നത്, കണ്ണ് തുറന്ന് അവരെ കൊണ്ട് കാണിപ്പിക്കുന്നത് ഏത് കാർഷിക സമരത്തിലാണ് ഉണ്ടായിട്ടുള്ളത്? ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഏത് ഒരു സ്വാതന്ത്ര്യ സമരത്തിലാണ് ഇതുണ്ടായിട്ടുള്ളത്? അപ്പോൾ ഇതിനെയൊക്കെ വെള്ള പൂശിക്കൊണ്ട് അന്ന് 1921 ഇവിടെ നടന്നത് മഹത്തായ എന്തോ കാര്യമാണ് എന്ന് പറയുന്ന ആൾക്കാർ ലജ്ജിക്കണം. കാരണം ഇതൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുമായി താതാത്മ്യം പ്രാപിക്കാൻ പറ്റൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനവികത, നിങ്ങളുടെ മനുഷ്യത്വം എന്നുള്ളത് ഇന്നും 1921 നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയല്ല, ഇങ്ങനെ. അല്ല, ഈ സാഹചര്യത്തിൽ ഡോക്ടർ വിൻസെന്റ്, നമുക്ക് കാർഷിക സമരമായിരുന്നു ഇതെന്ന് വെള്ളപൂശാൻ നമുക്ക് കഴിയുമോ? സത്യത്തിൽ നെഞ്ചിൽ കൈവച്ചിട്ട് നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? നിങ്ങളിവിടെ ഉദ്ധരിക്കുന്ന ഉദ്ധരണികൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ എത്രയോ വ്യാഖ്യാനങ്ങൾ സാധ്യമാണ്. ഏകപക്ഷീയമായ ഉദ്ധരണികൾ കൊണ്ട് മാത്രം കാര്യമില്ല. ശ്രീജിത്ത് പണിക്കർ ഉദ്ധരിച്ചിട്ടുള്ള ആനി ബെസന്റിന്റെ പുസ്തകം അത് ആ രൂപത്തിലല്ല അതിന്റെ ഉദ്ധരണി ഉള്ളത് കേട്ടോ. എഴുതി അങ്ങനെയാണെങ്കിലും വായിക്കേണ്ട അങ്ങനെയല്ല. അത് നിങ്ങൾ തെറ്റാണ്. അതേസമയം അവർ പറയുന്നുണ്ട്, ഇത്തരത്തിൽ 1 ലക്ഷത്തോളം ഹിന്ദുക്കൾ
കൊല ചെയ്യപ്പെട്ടു. രണ്ടും കൂടി പറയരുത്. ഇത് നോക്കൂ. ദ ഫോർഫോൾഡ് പ്രോഗ്രാം വാസ് ബിഗാൻ ഫോർമലി ഓൺ August 1st, 1920. Swaraj was to be attained in a year, and on August 1st, 1921, the first step was taken in the Malabar Rebellion. എന്താ പറഞ്ഞേ? ഈ പറയുന്ന ആനി ബെസന്റിന്റെ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് എ കൺട്രിബ്യൂഷൻ ടു ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി പ്രസന്റ് ഡേ പ്രോബ്ലംസ് എന്ന പുസ്തകത്തിന്റെ 253 പേജ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ 1920-22 ആരംഭിച്ച നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ സ്വരാജ് വാസ് ടു ബി അറ്റൈൻഡ് ഇൻ എ ഇയർ ആൻഡ് ഓൺ August 1st, 1921 ദ ഫസ്റ്റ് സ്റ്റെപ്പ് വാസ് ടേക്കൺ ഇൻ ദ മലബാർ റെബലിയൻ എന്ന് പറഞ്ഞിട്ടാണ് ആ സെന്റൻസിന്റെ തുടർച്ചയായിട്ട് ദ മുസൽമാൻസ് മാപ്ലേഴ്സ് ഓഫ് ദ ഡിസ്ട്രിക്ട് ഓഫർ 3 weeks ഓഫ് പ്രിപ്പയറിംഗ് വെപ്പൺസ് റോസ് ഓഫർ ദ ഡെഫിനിറ്റ് ഏരിയ ഇൻ റിവോൾട്ട് ബിലീവിംഗ് ആസ് ദേ ഹാഡ് ബീൻ ടോൾഡ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ആ പുസ്തകത്തിലുള്ളതല്ല, ഞാൻ പറഞ്ഞത് ലേഖനത്തിലുള്ളതാണ്. പുസ്തകത്തിലുള്ള കോട്ട്സ് എൻ്റെ വേറെ ഉണ്ട്. നേരത്തെ ഡോക്ടർ വിൻസെന്റ് ശ്രീത് പണിക്കർ കറക്ഷൻ ഉണ്ട്. ഒരു തിരുത്തൽ, ഡോക്ടർ വിൻസെന്റ് ശ്രീത് പണിക്കർ കറക്ഷൻ ഉണ്ട്. ഒരു തിരുത്തുണ്ട്. താങ്കൾ ആ വായിച്ചിരിക്കുന്നത് ഡോക്ടർ വിൻസെന്റ് താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. ഹലോ ടെസ്റ്റിംഗ്. താങ്കൾ വായിച്ചിരിക്കുന്നത് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന പുസ്തകത്തിൽ നിന്നാണെങ്കിൽ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ആനി ബെസന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന 2 ആർട്ടിക്കിളുകളാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിലും ഷെയ്ഖ് സൈനുദ്ദീൻ പറഞ്ഞത് ഇയാളെന്ന് റേഡിയോ പറങ്കികളായിട്ടുള്ള വിദേശികൾക്കെതിരെ ജിഹാദ് നടത്താനായിട്ട് ഇവിടുത്തെ മുസ്ലിമുകളോട് ആഹ്വാനം ചെയ്തു. അത് അത്തരത്തിൽ ജിഹാദ് നടത്തേണ്ടത് ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ശ്രീ വിൻസെന്റ്, ഒരു ചെറിയ തിരുത്ത്. താങ്കൾ ഇപ്പോൾ വായിച്ചിരിക്കുന്ന ആ പുസ്തകത്തിൽ നിന്നാണ്. ഞാനിവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് ആനി ബെസന്റ് ന്യൂ ഇന്ത്യയിൽ 29 നവംബർ 1921 6 ഡിസംബർ 1921 എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ നിന്നാണ്. ഇനി ആ പുസ്തകത്തിൽ നിന്നാണെങ്കിൽ താങ്കൾ ഇപ്പോൾ ഉദ്ധരിച്ചിരിക്കുന്ന ആ പുസ്തകമുണ്ടല്ലോ, അത് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ്. ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ താങ്കൾ അതിന്റെ ഒരു ഭാഗം മാത്രമേ വായിച്ചുള്ളൂ. അതിലുള്ള മറ്റു ഭാഗങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു പുസ്തകമാവുകയുള്ളൂ. ആ പുസ്തകത്തിൽ പറയുന്നത് വിൽഫുൾ മർഡേഴ്സ് ഓഫ് ഹിന്ദുസ് ആൻഡ് ആർസൺ വെയർ ഫസ്റ്റ് ബിഗൺ ഇൻ മൈ ഓൺ പ്ലേസ്. ആൾക്കാരെ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ദിസ് കണ്ടേജിയൻ ബിഗാൻ ടു സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ ആൻഡ് വി ബിഗാൻ ടു ഹിയർ ഓഫ് മർഡേഴ്സ് ഡെയിലി. ആൾക്കാരെ പറ്റി പറയുന്നതാണ്. ആനി ബെസന്റ് തന്നെ പറയുന്നത് they murdered and plundered abundantly and killed or drove away all Hindus who would not apostatize. സ്വന്തം മതത്തിനെ തള്ളിപ്പറയാത്ത ആൾക്കാരെ എല്ലാവരെയും ഒന്നുകിൽ കൊന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു. അവരുടെ എല്ലാ സാധനങ്ങളും കവർന്നു. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം, ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. എന്നിട്ടാണ് പറയുന്നത് somewhere about a lakh of people were driven from their homes with nothing but the clothes they had on, stripped of everything. ഉണ്ടായിരുന്ന വസ്ത്രം കൊണ്ട് മാത്രം ഓടിപ്പോകാൻ പ്രേരിതരെ. അപ്പോൾ ഒരു ഭാഗം മാത്രം വായിച്ചിട്ട് പറയരുത് എന്നൊരു അപേക്ഷയും. നീ കളിയൊക്കെ പഠിച്ചു തുടങ്ങിയല്ലേ? ഒന്നും വിചാരിക്കരുത്, എന്റെ ഒരു ഗതികേട് കൊണ്ടാണ്. ഇനി താങ്കൾക്ക് തുടങ്ങാം. അല്ല, നിങ്ങൾ ഒരു ഭാഗം മാത്രം വായിച്ചിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിന്റെ മറുഭാഗം കൂടി വായിച്ചത്. നിങ്ങൾ ഒരു ഭാഗം മാത്രം പറഞ്ഞത് ഈ ഒരു ഭാഗം കൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞിരിക്കുന്നതിനെ നെഗറ്റ് ചെയ്തില്ലേ? ഈ ഒരു ഭാഗം കൊണ്ട് ആനി ബെസന്റ് താങ്കൾ പറഞ്ഞിരിക്കുന്നതിനെ മൊത്തത്തിൽ തള്ളിയില്ലേ? അത് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. അല്ല, ഇനി ഈ മരിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും പുനർജനിച്ചു എന്നും ആനി ബെസന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ താങ്കൾ പറയുന്നതിന് ഇനി പ്രസക്തിയുള്ളൂ? അല്ലല്ല, ഉരുണ്ട് കളിക്കാൻ നോക്കിയ ഒട്ടൻ ഇപ്പൊ നിന്റെ കൈ രണ്ടും തല്ലി ചതയ്ക്കും മാത്രമല്ലേ താങ്കൾ പറയുന്നതിന് ഇനി പ്രസക്തിയുള്ളൂ? അല്ല, നിങ്ങൾ ഇങ്ങനെ ബാധിച്ചാൽ ഇവനെ ഒന്ന് തളയ്ക്കാൻ പറ്റുന്നില്ല രമേശ് നായർ. ഇങ്ങനെ ഏകപക്ഷീ നിങ്ങൾ ഉദ്ധരിക്കുന്ന പുസ്തകത്തിൽ തന്നെ വ്യത്യസ്തമായ കൊട്ടേഷൻസ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് ലേഖനമാണ്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ആദ്യം പറഞ്ഞ ലേഖനം പുസ്തകം പിന്നീട് വന്നത്. ലേഖനം പറഞ്ഞോളൂ. ഞാൻ അവർ എഴുതിയിട്ടുള്ള ഞാൻ 1922 തിയോസഫിക്കൽ പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ കാര്യം പറയുന്നത്. അത് ഭയങ്കരം തന്നെ. അതിനകത്ത് തന്നെ അവർ വീണ്ടും പറയുന്നുണ്ട്, ദ ഖിലാഫത്ത് പ്രീച്ചേഴ്സ് ഹാവ് ദ ഗ്രേറ്റസ്റ്റ് ഷെയർ ഓഫ് ഗിൽറ്റ്, ദ കോൺഗ്രസ്മെൻ എ ലാർജ് ഷെയർ എന്നും കൂടി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസിന് ഇതിൽ തുല്യമായ ഉത്തരവാദിത്വം ഉണ്ടെന്നും പറയുന്നുണ്ട്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 16-ാം നൂറ്റാണ്ടിൽ ജിഹാദ് നടത്തണമെങ്കിൽ ഒരു മുസ്ലിം നേതാവിന്റെ കീഴിൽ മാത്രമേ നടത്താൻ സാധിക്കുള്ളൂ. അതിനൊരു ഖലീഫ വേണം, അല്ലെങ്കിൽ ഒരു ലീഡർ വേണം. പക്ഷേ തുഫത്തുൽ മുജാഹിദീൻ പറയുന്നത് ഞങ്ങൾക്ക് സാമൂതിരിയുണ്ട്. ഈ വിദേശികളെ പുറത്താക്കാൻ വേണ്ടി സാമൂതിരിയുടെ കീഴിൽ നിങ്ങൾ ജിഹാദ് നടത്തണം എന്ന് പറഞ്ഞ പാരമ്പര്യം ഇവിടെ. മഹത്തായ ചിന്താഗതി.
പിന്നെ വേറൊരു കാര്യം എടുത്തോളൂ, എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ ജന്മിത്വത്തോട് വിരോധം ഈ മേഖലയിൽ ഉണ്ടായത്? അത് ശരിയാ, അത് ശരിയാ. നമ്മൾ വാഴക്കുല വായിച്ചിട്ടുണ്ടല്ലോ. അതിനും അപ്പുറത്ത് ഇപ്പൊ ഈ വടകര കടത്തനാട് ഭാഗത്തുകള് ആദ്യ രാത്രിയിൽ ഈ കാണിക്ക വയ്ക്കുക എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ട്. ഓൾ ഇന്നിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിന്റെ ആദ്യ രാത്രി ജന്മിയുടെ കൂട്ടത്തിലാണ്. ഇത് ഇത്തരത്തിലുള്ള ജന്മിത്വത്തോട് ഉള്ള ഒരു സ്വാഭാവികമായ പ്രതികരണം ഉണ്ടായിട്ടില്ലേ? ഞങ്ങൾ നോക്കൂ, ഇപ്പൊ ജാതിക്കുമ്മി എന്ന് പറഞ്ഞ പുസ്തകത്തില് അത് ഈ മനീഷ പഞ്ചകത്തിന്റെ ഒരു സ്വതന്ത്ര വ്യാഖ്യാനമാണ്. പണ്ഡിറ്റ് കർപ്പൻ പറയുന്നുണ്ട്, വാരാണസി കണ്ട ബാലനെയും ചാരേ കണ്ടാൽ അടിച്ചോടിക്കും, നേരെ വരാപ്പുഴ പള്ളിയിൽ പോയവനെ ആരും തടുക്കില്ല യോഗപ്പെണ്ണെ, ഇതെന്ത് ന്യായം യോഗപ്പെണ്ണെ എന്ന് ചോദിക്കുന്നുണ്ട്. കാര്യം പറ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പെസന്റ്, ഒരു തീയൻ, അല്ലെങ്കിൽ ഒരു പുലയൻ, അതല്ലെങ്കിൽ മറ്റൊരു ആദിവാസി അവൻ ഹിന്ദുവായിട്ട് ഇരിക്കുമ്പോൾ 7 അയൽവക്കത്ത് വരാൻ പറ്റൂല. വീടിന്റെ പഴക്കവും കൊലയും തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ? അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്. എന്നാൽ നേരെ പോയിട്ട് വെന്തിങ്ങിയിട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നായരുടെ മുന്നിലും പോകാം, നമ്പൂരുടെ മുന്നിലും പോകാം. നേരെ മാപ്പിളയായിട്ട് വന്നാൽ അവന് സാമൂഹികമായ അംഗീകാരമുണ്ട്. ഏത് തറവാട്ടിലും ഖിലാഫത്തിന്റെ ഐഡിയൽസുമായിട്ട് പറയുന്നത് ചേരുന്നില്ലല്ലോ. ഖിലാഫത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അല്ലല്ല, ഖിലാഫത്തിനെ കുറിച്ച് തന്നെയാണ്. ഹിന്ദു പോലും തെറ്റാണ്. അങ്ങനെ നിങ്ങൾ ഏകപക്ഷീയമായി നിങ്ങൾ 5-6 പേര് ഇരുന്നിട്ട് വിവരദോഷം പറഞ്ഞാൽ ഹിന്ദു ധർമ്മത്തിലെ ജാതി പ്രശ്നം മാറിവിടാ. അല്ല, അങ്ങനെ ശരിയല്ല. അതുകൊണ്ട് എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരു ജാതീയമായിട്ടുള്ള ഒരു ഉച്ചനീചത്വം നിലനിൽക്കുന്നതുകൊണ്ട് എല്ലാവരെയും കൊന്നേക്കാമെന്ന് കരുതിയെന്നാണോ താങ്കൾ പറയുന്നത്? നാട്ടുകാരുടെ നന്മ അതേ ഉള്ളൂ രമേശൻ നായരുടെ ഉന്നം. ഉയർന്നവരെയും താഴ്ന്നവരെയും എല്ലാം ഒറ്റയടിക്കാൻ തീർത്തേക്കാമെന്ന് അവർ കരുതിയെന്നാണ് താങ്കൾ ന്യായീകരിക്കുന്നത്. ഒരിക്കലുമല്ല. ഇവിടെ എവിടെയാണോ ജാതി വ്യവസ്ഥ ഈ ബ്രാഹ്മണിക സംസ്കൃതിയുടെ കേന്ദ്രമായിരുന്നു കേരളം എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഏറ്റവും അധികം ആളുകൾ ഒരു മിനിറ്റ് ഡോക്ടർ വിൻസെന്റ്, അലിയക്ബർ പറയട്ടെ. അലിയക്ബർ പറയട്ടെ. ഇസ്ലാം സമുദായത്തിൽ ജാതിയില്ലേ? ഈ പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങൾ ജാതി വ്യവസ്ഥക്കെതിരായിട്ട് പറയേ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അല്ല, ഇസ്ലാമിന് ജാതിയില്ലേ? പുനഃസ്ഥാപിക്കാനുള്ള അവകാശം. What baffled most was the treatment accorded by the Moplas to the Hindus of Malabar. Hindus of Malabar എന്ന് പറഞ്ഞിരിക്കുന്ന ഡോക്ടർ അംബേദ്കർ ആണ്. അല്ലാതെ അവിടെ അപ്പർ കാസ്റ്റ് ഓഫ് മലബാർ ഒന്നുമല്ല, എല്ലാ ആൾക്കാരെയുമാണ്. താങ്കൾ ഇവിടെ പറയുന്ന ഉച്ചനീചത്വമാണ് പ്രശ്നമെങ്കിൽ അത് അനുഭവിക്കുന്ന ആൾക്കാരെ കൂടി കൊല്ലുന്നത് എന്തിനാണ്? ഇസ്ലാം മതം സ്വീകരിച്ചത് അത് അനുഭവിക്കുന്ന ആൾക്കാരെ കൂടി കൊല്ലുന്നത് എന്താണെന്ന് താങ്കൾ ലോജിക്കലായിട്ട് മറുപടി പറയും. ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ എന്തുകൊണ്ട് അവർ സ്വീകരിച്ചു എന്നല്ലേ പരിശോധിക്കേണ്ടത്? എന്തുകൊണ്ടാണ് അവർ സ്വീകരിച്ചത്? അപ്പോഴാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ലോക ചരിത്രത്തിലെ ഇത്രയും ചൂഷണാത്മകവും മനുഷ്യത്വ വിരുദ്ധമായ വ്യവസ്ഥക്കെതിരായിട്ടുള്ള കലാപമായിരുന്നു. അതില്ലെങ്കിൽ ഇവരെങ്ങനെ ഡോക്ടർ വിൻസെന്റ് അങ്ങയുടെ പുതിയ തിയറിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അംബേദ്കർ പറയുന്ന ഒരു വാക്കുണ്ട്, This was not a Hindu Muslim riot. നാട്ടിൽ തന്നെ നോക്ക്, ഏകപക്ഷീയമാണ് സാർ. ഒരു വശത്ത് ആൾക്കാർ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയാണ് സാർ, അവിടെയാണ് മറ്റുള്ള ആൾക്കാർ പുറകെ നടന്ന് വെട്ടുന്നത്. ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു.